ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ മുത്ത് മോമിനീങ്ങളെ, ഞാൻ കുറച്ച് ദിവസം മുമ്പൊക്കെ നിങ്ങളിതിലേക്ക് ഒരു വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ റമളാൻ മാസം നല്ല മാസമാണല്ലോ. എല്ലാവരും അള്ളാഹുവിലേക്ക് ഒരുപാട് ദിക്റുകളെയും സ്വലാത്തുകളെയും നമസ്കാരത്തെയും അധികരിപ്പിച്ച് നമുക്ക് ഈ ദുനിയാവ് മാത്രം പോരല്ലോ, നമുക്ക് നാളെ അവിടെ നിന്നും അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ, ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരട്ടെ, സ്വർഗത്തിൽ ഒരിടം നമ്മൾക്ക് നൽകുമാറാകട്ടെ, ആമീൻ എന്ന് തുടക്കം കുറിച്ച്. നാളെ ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ വീഡിയോയിലുള്ളതുപോലെ തന്നെയാണ് ഇനിയും എനിക്ക് പറയാനുള്ളത്. എല്ലാവരും 4 മണിക്ക് എഴുന്നേൽക്കൽ നിർബന്ധമാണ്. നമ്മൾക്ക് അത്താഴം തിന്നണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ആരും നേരത്തെ നീച്ച പാടന്നെ 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിക്കുക. തഹജ്ജുദ് നമസ്കരിച്ച് പിന്നെ അത്താഴമൊക്കെ തിന്നതിന് ശേഷം നമ്മളുടെ ആ സുബ്ഹിൻ്റെ മുമ്പുള്ള ആ ഒരു ഇരുത്തത്തിൽ 2 കൈയും മേൽപോട്ട് ഉയർത്തി അള്ളാഹുവിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശനിയാഴ്ച ദിവസം എല്ലാവരും രാവിലെ കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവേ നീ അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന ഒരു അർത്ഥത്തോടു കൂടി നെയ്യത്താക്കി ഒരു 1001 പ്രാവശ്യം എൻ്റെ മുത്ത് മോമിനീങ്ങളായ ഓരോ സഹോദരന്മാർ, ഇത് കേൾക്കുന്ന ഓരോ ആളുകളും അത് പ്രാവർത്തികമാക്കുക. എല്ലാ ശനിയാഴ്ചയും ഞാൻ ഓരോ ദിവസം ചൊല്ലുന്ന ദിക്റിനെ ഓരോ ദിവസം പരിചയപ്പെടുത്തിയിട്ടും ഉണ്ട്. അതുപോലെ ശനിയാഴ്ച ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിനെ ചൊല്ലുക. എന്നിട്ട് നമുക്ക് എന്താണോ ആവശ്യം, നമ്മളിലുള്ള ഓരോ വിഷമങ്ങളും പരാതികളും പരിഭവങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും മാത്രം ഓടി നടക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും റമളാൻ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അത് ഏറ്റെടുക്കട്ടെ. അള്ളാഹു നമ്മളെ 4-ാം മാസം കണക്കാക്കിയത് ഏതാണോ അതൊക്കെ നമ്മളിൽ വരും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നമ്മുടെ റബ്ബ് എല്ലാ പ്രയാസവും അള്ളാഹിലേക്ക് അങ്ങോട്ട് അർപ്പിക്കുക. ആ നമസ്കാരപ്പായിലിരുന്നിട്ട് ആ ഒരു സമയമുണ്ടല്ലോ, മലായിക്കത്ത് ഇങ്ങനെ ഓടി നടക്കും. അള്ളാഹുവേ, ഏതൊക്കെ വീടുകളിലാണോ നല്ല തഖ്വ ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടി അതിൽ നമ്മൾ ഉൾപ്പെടട്ടെ. എന്നിട്ട് എൻ്റെ മുത്ത് മോമിനീങ്ങളായ ഓരോ വ്യക്തികളും അള്ളാഹു ഒരാളും ആ സമയത്തൊന്നും ഉറങ്ങിപ്പോവാതെ അത്താഴം തിന്ന പാടന്നെ അങ്ങോട്ട് കിടക്കാതെ ഓരോ ദിക്റുകളെ അധികരിപ്പിക്കുക. അള്ളാഹു നേരെ കേൾക്കും. അതിൻ്റെ ഒക്കെ ഫലം നമ്മളെ റബ്ബ് നമ്മളിലേക്ക് തരും. അള്ളാഹു കരുണയും കരുണാനിധിയുമായ അള്ളാഹുവാണ്. അള്ളാഹുവിന് ഒരുപാട് എത്ര ദോഷം ചെയ്ത ആളുകൾക്കും അള്ളാഹു പൊരുത്തപ്പെട്ട് കൊടുക്കും. എത്ര പ്രയാസത്തിലൂടെ നീങ്ങുന്ന ആളുകൾക്കും അതിൻ്റെ ബാക്കിലൊരു നല്ല ഒരു അനുഗ്രഹം അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കും. അതൊക്കെ നമ്മളെ ജീവിതത്തിലോട് സാമ്യപ്പെടുത്തി നമ്മളിങ്ങനെ ഒന്ന് വീക്ഷിച്ച് നോക്കിയാൽ മതി. നമുക്ക് തന്നെ അറിയാൻ കഴിയും. നമ്മളെ മക്കളാൽ, നമ്മളെ ഭർത്താക്കന്മാരിൽ കച്ചവടമില്ലാതെ, ഭക്ഷണം സമ്പത്തിന് ബുദ്ധിമുട്ടിയ ഒരുപാട് പല പ്രയാസങ്ങളുണ്ടാവും. പെൺകുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അമ്മമാർക്ക് എന്തെങ്കിലും ആ മക്കളെ പറ്റി എന്തെങ്കിലും വേവലാതി എന്തെല്ലാം ഇന്ന് നടക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളെ ജീവിതം. എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും റബ്ബ് നമ്മളിലേക്ക് തരാതെ അള്ളാഹു എല്ലാ പ്രയാസവും നമ്മൾ അള്ളാഹുവിലേക്ക് തന്നെ അർപ്പിച്ച് കൊടുക്കുക. ആ ഒരു സമയമുണ്ടല്ലോ, ഒന്ന് ഉറങ്ങാതെ ദിക്റുകളെ അവതരിപ്പിക്കുക. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനോട് നമ്മുടെ നെയ്യത്ത് എന്താണോ ആ നെയ്യത്ത് ആദ്യം പറഞ്ഞിട്ട് ഈ ദിക്റിനെ അധികരിപ്പിച്ചതിന് ശേഷം 2 കൈയും മേൽപോട്ട് ഉയർത്തി നിങ്ങളിലേക്ക് എന്താണോ ആവശ്യം ആ ഒരു ബുദ്ധിമുട്ടിനെ നല്ല റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി അള്ളാഹുവിൻ്റെ മുമ്പിൽ അർപ്പിച്ച് ദുആ ചെയ്ത് നമ്മളെ സുബ്ഹി നമസ്കാരവും അതിൻ്റെ മുന്നുള്ള സുന്നത്ത് നമസ്കാരമൊക്കെ നമസ്കരിച്ച് പിന്നെ നമ്മളെ ജോലിയിലേക്ക് പോകലാണ് ഏറ്റവും ഉത്തമം. പക്ഷേ പറ്റാത്തവർ ഒന്ന് എഴുന്നേറ്റ് നീച്ച ഉടനെ വീണ്ടും ഉറക്ക് നമുക്കൊരു പ്രധാനമേ അല്ല. ഒരുപാട് ആളുകൾ ഉറക്കാണ് വലിയ പ്രധാനം.
ഉറക്കമില്ലാതെ എത്ര മഹാന്മാർ, എത്ര ആളുകൾ മുൻകാലങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾക്ക് ഉറക്കമൊക്കെ വളരെ കുറവായിരുന്നു. ഇപ്പോഴാണ് വളരെ ഉറക്കം വല്ലാത്തൊരിതാക്കി മാറ്റിയത്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഉറക്കമാണ് വല്ലാത്ത ഒരു നോൻപ്. ആ ഉറക്കിനെ മാറ്റി എല്ലാവരും നോമ്പിൻ്റെ ആ ഒരു തഖ്വയോട് കൂടി ദിക്റുകളെ അധികരിപ്പിച്ച്, അതേമാതിരി ഖുർആൻ പാരായണം നല്ല രീതിയിൽ 2 ജുസുമൊക്കെ ഓതുന്ന ആളുകളുണ്ട്. അത് നല്ല നല്ല റാഹത്തിലും നല്ല തഖ്വയോട് കൂടി സാവധാനം ഓതി, ഓരോ വാക്കിൻ്റെ അർത്ഥവും നമുക്ക് അറിയുന്നത് മനസ്സിൽ ഉൾക്കൊണ്ട് ഓതി, അത് 30ാമത്തെ നോൻപാകുമ്പോഴേക്ക് ഒരുപാട് ഖുർആനെ അധികരിപ്പിക്കുക. അതുപോലെ ചൊല്ലാവുന്ന ഒരുപാട് ദിക്റുകൾ, ഒന്നും വേണ്ട, യൂട്യൂബിൽ തന്നെ പല ജാതി ദിക്റുകളുണ്ട്. നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾ മുൻകാലത്ത് നിങ്ങളെ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് ഉസ്താദുമാർ പഠിപ്പിച്ച ഒരുപാട് അറിവുകളുണ്ടാവും. യൂട്യൂബിൽ നോക്കിയാൽ പലതും 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 ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അതിലേറെ നല്ലത് ഈ പറയപ്പെട്ട ഈ ആഴ്ചയിൽ 7 ദിവസവും എല്ലാ ദിവസവും ഓരോ ദിക്റിൻ്റെ മഹത്വം ഞാൻ പറയാറുണ്ട്. അതൊന്ന് ആവർത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്ന ഏതൊക്കെയാ ദിക്റാണോ അതൊക്കെ നിങ്ങൾ ഉൾക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി എത്രത്തോളം കൂടുതൽ അധികരിപ്പിക്കാൻ കഴിയുന്ന അത്രയും അധികരിപ്പിക്കുക. എൻ്റെ മുത്ത് മോമിനീങ്ങളായ എല്ലാ മുസ്ലിമായ മനുഷ്യന്മാരോട് എനിക്ക് പറയാനുള്ളത്, ദിക്റുകളെ അധികരിപ്പിക്കുക, ഖുർആൻ പാരായണം അധികരിപ്പിക്കുക, നമസ്കാരത്തെ അധികരിപ്പിക്കുക. അള്ളാഹു നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, ഇനി അതുപോലെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരുപാട് ഉമ്മമാരാണ് അതിലുള്ളത്. അതെല്ലാം ഐറ്റം ഉണ്ടാക്കി കൊടുക്കും. വൈകുന്നേരം ആകുമ്പോഴേക്കും മക്കൾക്ക്, ഭർത്താവിന്, അമ്മായിമ്മ, നാത്തൂന്, ഇവരെല്ലാവരെയും മുഴുവൻ ആ ഉമ്മാക്കൊരു നേരെ ഇരുന്ന് ചെയ്യാൻ പോലും സമയമില്ലാതെ ഉമ്മ കഷ്ടപ്പെട്ടുണ്ടാകും. ആ ഉമ്മാൻ്റെ ഉള്ളിൽ നെയ്യത്ത് വേണം. ഞാൻ ഉണ്ടാക്കുന്ന ഓരോ ഭക്ഷണം ഉണ്ടാക്കുന്ന ഓരോ പ്രവർത്തിക്കും എനിക്ക് അള്ളാഹുവേ കൂലി തരണേ റബ്ബേ എന്നൊരു നെയ്യത്തോടു കൂടി ചെയ്യണം. എന്നാൽ അതിനൊക്കെ ഒരുപാട് കൂലിയുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും നല്ല കൂലിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീണ്ടും പറയാനുള്ളത്, ഒരു സമാധാനത്തിലും സന്തോഷത്തിലും മാത്രം നമ്മൾ ജീവിക്കുക. ആ ഒരു ബേജാറായി സങ്കടപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു നോൻപന്നെ ഒരാളും ആക്കരുത്. നല്ല റാഹത്തിൽ നമുക്ക് എന്തെല്ലാം അനുഗ്രഹം നമ്മളെ റബ്ബ് തരുന്നുണ്ട്. എത്രയോ ഭക്ഷണങ്ങൾ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ നമ്മളെ മുന്നിൽ കാണുന്നുണ്ട്. എന്തെല്ലാം ഫ്രൂട്ട്സ് തിന്നുന്നുണ്ട്. ഇങ്ങനെ ഓരോ അനുഗ്രഹം ചൊരിഞ്ഞ് കണ്ടെത്തണം. നമ്മളിലുണ്ടാകുന്ന ഓരോ അനുഗ്രഹം ചൊരിഞ്ഞ് കണ്ടെത്തണം. രാത്രിയാകുമ്പോൾ തറാവി 10 റക്അത്ത് നമസ്കരിക്കുമ്പോഴേക്കും നമുക്ക് എന്തെല്ലാം ഓരോ കഴിവുകൾ നമ്മൾ റബ്ബ് നമുക്ക് അള്ളാഹു തന്നിട്ടുണ്ട്. അത് മുഴുവനും അനുഗ്രഹിച്ച് ആസ്വദിച്ച് കണ്ടെത്തി നിങ്ങളത് അള്ളാഹുവിനോട് നിരന്തരം പറഞ്ഞ് അത് സമാധാനത്തിനും സന്തോഷത്തിലും ആക്കാൻ നൽകുമാറാകട്ടെ. ഇതിൻ്റെയൊക്കെ കൂലി റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നാളെ പിറ്റേന്ന് അവിടെ നിന്നും മഹ്ശറയിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് നമുക്ക് റബ്ബ് അവിടെ നിന്നും അള്ളാഹു ഇരു ലോകത്തും വിജയമുള്ള നോമ്പാക്കി മാറ്റട്ടെ എന്നെൻ്റെ മുത്തു മോമിനീങ്ങളോട് അൽഹംദുലില്ലാ.